Welcome back all of you. Taimanana. Now we Diuretics video series in the അഞ്ചാമത്തെ വീഡിയോയിലാണ്. അഞ്ചാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് potassium sparing diuretics. So keyword is potassium sparing. പ്രധാന മരുന്നുകൾ Spironolactone and Amiloride. നമ്മൾ അതിലേക്ക് വരാം. ഇതുവരെയുള്ള വീഡിയോയിൽ നമ്മൾ അവസാനത്തെ വീഡിയോ പറഞ്ഞത്. അവസാനത്തെ വീഡിയോ was about thiazide diuretics ആയിരുന്നു. Thiazide diuretics act here ഇവിടെയാണ്. In the distal convoluted tubule. അവിടെയാണ് വർക്ക് ചെയ്യുക. ഈ മരുന്നുകൾ അപ്പോൾ അതിനു മുമ്പത്തെ മരുന്ന് ഇവിടെയായിരുന്നു. ലൂപ്പ് ഡയോറിറ്റിക്സ് ഇവിടെയായിരുന്നു. Carbonic anhydrase ഇവിടെയായിരുന്നു. So these drugs are acting here in the late distal convoluted tubule and also in the collecting duct. Collecting duct late distal convoluted tubule P cells or principal cells എന്ന് പറയുന്ന സെൽസിലാണ് ഈ മരുന്നുകൾ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറിറ്റിക്സ് ആക്ട് ചെയ്യുന്നത്. മറ്റൊരു വ്യത്യാസം ഉള്ളത് ഈ മരുന്നുകൾ ഇതുവരെ പഠിച്ച മരുന്നുകൾ എല്ലാം തന്നെ പൊട്ടാസ്യത്തെ നശിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ പൊട്ടാസ്യം എക്സ്ക്രീഷൻ വർദ്ധിപ്പിക്കുകയായിരുന്നു. പൊട്ടാസ്യം ഈസ് നോട്ട് ബീൻ ടേക്കൺ ബാക്ക്. പൊട്ടാസ്യം ആണ് കളഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മരുന്നുകൾ പൊട്ടാസ്യം എക്സ്ക്രീഷൻ അല്ല, പൊട്ടാസ്യം ശരീരത്തിൽ പിടിച്ചു വെക്കുകയാണ്. സോ പൊട്ടാസ്യം റീറ്റെയിനിങ് ഡ്രഗ്സ് ഓർ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറിറ്റിക്സ് ആണ് ഇത്. സോ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസം. രണ്ട് ക്ലാസസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറിറ്റിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ടു ക്ലാസസ് ഓഫ് ഡ്രഗ്സ്. ഒന്ന് ആൽഡോസ്റ്റിറോണിന്റെ റിസപ്റ്റർ ബ്ലോക്കർ, റിസപ്റ്റർ ആന്റഗോണിസ്റ്റോ റിസപ്റ്റർ ബ്ലോക്കർന്നോ ഇതുവരെ പറയാം. ഓർ ആൽഡോസ്റ്റിറോൺ ജസ്റ്റ് എഴുതുക, അന്റഗോണിസ്റ്റ് എന്ന് എഴുതിയാലും മതി. ആൽഡോസ്റ്റിറോൺ അന്റഗോണിസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ദാറ്റ് ഹോർമോൺ അത് വഴി ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. സോ ആൽഡോസ്റ്റിറോൺ ഇൻഡ്യൂസ്ഡ് പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് ആണ്. അത് ഏത് പ്രോട്ടീൻ ആണെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് ENaC എന്നാണ് പറയുക. എപ്പിത്തീലിയൽ സോഡിയം ചാനൽ ENaC ഇൻഹിബിറ്റേഴ്സ്. സോ ആൽഡോസ്റ്റിറോൺ antagonist and ENaC inhibitors. Aldosterone antagonist example Spironolactone ആണ്. Spironolactone ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേമസ്. ദെൻ പുതിയ മരുന്ന് എപ്ലിറിനോൺ എന്ന് പറയുന്ന ഡ്രഗ് ആണ്. എപ്ലിറിനോൺ. ദെൻ ഇതിന്റെയും മെറ്റബോളൈറ്റ് ആണ് ഒരെണ്ണം കാൻറിനോൺ എന്ന് പറയും. സോ ഇതാണ് ആൽഡോസ്റ്റെറോൺ റിസപ്റ്റർ ബ്ലോക്കർ ഓർ ആന്റഗോണിസ്റ്റ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ENaC ഇൻഹിബിറ്റേഴ്സിൽ രണ്ടുതരം മരുന്നുണ്ട്. ഒന്ന് ട്രയാംറ്റെറീൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ അമിലോറൈഡ് എന്ന് പറയുന്ന. സോ two groups aldosterone antagonist and ENaC inhibitors. നമുക്ക് ആദ്യം ആൽഡോസ്റ്റിറോൺ അന്റഗോണിസ്റ്റ് പരിചയപ്പെട്ടു. പ്രധാനപ്പെട്ട മരുന്ന് സ്പൈറനോലാക്ടോൺ തന്നെയാണ്. ദെൻ പുതിയ മരുന്നാണ് എപ്ലിറിനോൺ. ആൻഡ് സ്പൈറനോലാക്ടോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സ്പൈറനോലാക്ടോൺ ഹാസ് ഗോട്ട് എ സ്റ്റിറോയിഡൽ റിംഗ് ഉള്ള മരുന്നാണ്. സ്റ്റിറോയിഡൽ റിംഗ് ഉണ്ട്. ഓക്കെ, അതിന്റെ പല പ്രശ്നങ്ങളും ഈ മരുന്നുകൾക്ക് നമ്മൾ പറയും. ദെൻ നമ്മൾ കമ്പയർ ചെയ്യാണ് സ്പൈറനോലാക്ടോണും എപ്ലിറിനോണും. സ്പൈറനോലാക്ടോൺ ആൻഡ് എപ്ലിറിനോണിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്പൈറനോലാക്ടോണിന് ബയോ അവൈലബിലിറ്റി ഈസ് കുറവാണ് കമ്പയർഡ് ടു the eplirinon, and eplirinon has good bioavailability. മരുന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ദെൻ സ്പൈറനോലാക്ടോണിന്റെ T12 എന്ന് പറയുന്നത് 1.5 hours മാത്രം. ബട്ട് ഇതിന്റെ മെറ്റബോളൈറ്റ്, ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ് കാംറിനോൺ എന്ന് പറയുന്നത്. അത് ഒരു 5 മണിക്കൂർ കൂടി പ്രവർത്തിക്കും. സോ എഫക്ട് വിൽ ബി സം അറൌണ്ട് 9 hours. ഈവൻ ദോ T12 കുറവാണെങ്കിലും 9 hours വരെ അതിന്റെ എഫക്ട് കിട്ടും. ദെൻ കൈനറ്റിക്സിൽ ഇവ തമ്മിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസം എപ്ലിറിനോൺ ഈസ് മെറ്റബോളൈസ്ഡ് ബൈ CYP3A4 വഴിയാണ് ഇത് മെറ്റബോളൈസ് ചെയ്യുന്നത്. സോ എൻസൈം ഇൻഡ്യൂസേഴ്സ്, എൻസൈം ഇൻഹിബിറ്റേഴ്സ് പോലുള്ളതായിട്ടുള്ള ഡ്രഗ് ഇന്ററാക്ഷൻ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഇതിന് ആ പ്രശ്നം കുറവാണ്. സോ ഇതാണ് കൈനറ്റിക്സിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്നതിന് മുമ്പ് സ്പൈറനോലാക്ടോൺ അതിന് സ്റ്റിറോയിഡൽ റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് അതുമൂലമുള്ള ചെറിയൊരു പ്രശ്നം, ഇതിന് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്, ആൻഡ്രോജൻസ്. സോ ഇവയുടെയൊക്കെയുള്ള റിസപ്റ്റേഴ്സ് ഈ റിസപ്റ്ററിൽ കൂടി ആക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ ദീസ് സ്പൈറനോലാക്ടോൺ ഹാസ് എഫക്ട് ഇൻ ദ പ്രൊജസ്ട്രോണിക് റിസപ്റ്റേഴ്സ് ആൻഡ് ഓൾസോ ആൻഡ്രോജനിക് റിസപ്റ്റർ. എപ്ലിറിനോൺ ഹാസ് നോ ആക്ഷൻ ഓൺ ദീസ് ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിലൊന്നും ആക്ഷൻ ഇല്ല. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സോ ഇത് നമുക്ക് ഇതിന്റെ ഗുണവും ദോഷവും നമുക്ക് യൂസസും അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാം. ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ദിസ് ഹാസ് ഗോട്ട് എഫക്ട് ഇൻ സം സെക്സ് ഹോർമോൺ റിസപ്റ്റേഴ്സ് ഓൾസോ. ഈ ആൽഡോസ്റ്റെറോൺ മരുന്നുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത,
the differences between other diuretics. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ ഡയോറിറ്റിക്സും, അതായത് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്, ലൂപ്പ് ഡയോറിറ്റിക്സ്, തയാസൈഡ് ഡയോറിറ്റിക്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇനാക് ഇൻഹിബിറ്റേഴ്സ്, ഇനാക് ചാനൽ ബ്ലോക്കേഴ്സ്, അതുൾപ്പെടെയുള്ള എല്ലാത്തിൽ നിന്നും ഇതിന്റെ ആക്ഷൻ സൈറ്റ് ഈസ് ഡിഫറെന്റ്. സൈറ്റ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള എല്ലാം ലൂമിനൽ സൈഡിലാണ്, അതായത് ഇതാണ് ലൂമൻ എങ്കിൽ ഇത് സെല്ലാണെങ്കിൽ അതിന്റെ ഇവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെയുള്ള എല്ലാ ഡ്രഗുകളും. ഓൾ ഡയോറിറ്റിക്സ് വർക്ക് ഓൺ ദ ലൂമിനൽ സൈഡ്. പക്ഷേ ഈ മരുന്നുകൾ സ്പൈറനോലാക്ടോൺ പോലെയുള്ള മരുന്നുകൾ വർക്ക് ചെയ്യുന്നത് അവിടെയല്ല. ദേ ആർ കമ്മിങ് ത്രൂ ദ ബേസോ ലാറ്ററൽ സൈഡ്. ഇതിലൂടെയാണ് വരുന്നത്. കാരണം ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ, സപ്പോസ് ദിസ് ദ ബ്ലഡ് വെസൽ, ബ്ലഡിലൂടെ എത്തി ഇവിടെ എത്തി ആൻഡ് ദേ പാസ് ത്രൂ ദ ബേസോ ലാറ്ററൽ മെംബ്രെയിൻ. ബേസോ ലാറ്ററൽ മെംബ്രെയിൻ വഴി സെല്ലിനകത്ത് കയറി ഇൻട്രാ അല്ലെങ്കിൽ സൈറ്റോസോളിക് റിസപ്റ്റേഴ്സ്. നമുക്കറിയാം സ്റ്റിറോയിഡൽ റിംഗ് ഹാസ് ഗോട്ട് സൈറ്റോസോളിക് റിസപ്റ്റേഴ്സ്. സോ മിനറലോകോർട്ടിക്കോയിഡ് റിസപ്റ്ററിൽ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തിട്ടാണ് അവ പ്രവർത്തിക്കുക. സോ ദാറ്റ്സ് എ ക്ലാസിക് ഡിഫറൻസ് because these drugs coming through the basolateral side, all other drugs are acting here including the ENaC, they are acting here. ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ, പക്ഷേ ഇത് പുറവശത്ത് കൂടി വന്ന് സെല്ലിന്റെ ഉള്ളിലാണ് പ്രവർത്തിക്കുക. ഓക്കെ, ആൻഡ് സോ ദേ ആക്ട് ഓൺ ദ ഇൻട്രാസെല്ലുലാർ സൈറ്റോസോളിക് ന്യൂക്ലിയർ ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സിലാണ് പ്രവർത്തിക്കുക. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ഇനി നമുക്ക് ആദ്യം ആൽഡോസ്റ്റിറോൺ എന്താണ് ചെയ്യുക എന്ന് നോക്കാം. ആൽഡോസ്റ്റിറോൺ എന്താണ് ചെയ്യുന്നത്? അതിനെ ബ്ലോക്ക് ചെയ്യായിരിക്കുമല്ലോ ആൽഡോസ്റ്റിറോൺ റിസപ്റ്റർ ചെയ്യുക. സോ ആൽഡോസ്റ്റിറോൺ ഇതേപോലെ ആൽഡോസ്റ്റിറോൺ ഇതിലൂടെ വന്ന് ആൽഡോസ്റ്റിറോൺ ബൈൻഡ് ഓൺ ദിസ് ആൽഡോസ്റ്റിറോൺ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാന്ന് വരയ്ക്കുക. സോ ഈ സെൽ ഞാനൊന്ന് ഇങ്ങനെ വരയ്ക്കാണ്, ബിഗ് ആയിട്ട് വരച്ചു. ഓക്കെ, ദിസ് ഈസ് ബേസോലാറ്ററൽ മെംബ്രെയിൻ. ആൽഡോസ്റ്റിറോൺ ഇതിലൂടെ വരുന്നു. ഓക്കെ, ഇവിടെ റിസപ്റ്ററിൽ വരുന്നു, ബൈൻഡ് ചെയ്യുന്നു. ആൽഡോസ്റ്റിറോൺ വന്ന് ബൈൻഡ് ചെയ്തത് ന്യൂക്ലിയസിനകത്തേക്ക് കടക്കുന്നു. ന്യൂക്ലിയസിനകത്ത് DNA ഒക്കെ ഉണ്ട്. DNA-യിൽ കടന്ന് അത് ദേ വിൽ മേക്ക് സം പ്രോട്ടീൻസ്, അല്ലെ, പുതിയതായിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ആൻഡ് വാട്ട് ആർ ദീസ് പ്രോട്ടീൻസ്? എന്ത് പ്രോട്ടീനാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, വൺ, ദേ പ്രൊഡ്യൂസ് സം പ്രോട്ടീൻസ് കോൾഡ് ആസ് ENaC channels. ENaC ചാനൽ ഉണ്ടാക്കുന്നു. വൺ. രണ്ട്, ഈ ENaC ചാനലിനെ ദേ വിൽ ട്രാൻസ്ലൊക്കേറ്റ് ടു ദിസ് മെംബ്രെയിൻ, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നു. രണ്ട്. സോ ENaC ചാനൽസ് ഇവിടെ എത്തും. മൂന്നാമത്തെ, ഈ ENaC ചാനലിനെ നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഏതെങ്കിലും ടാഗിങ് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ മൂന്നാമത്തത്, ഇതിനെ ടാഗ് ചെയ്യുന്ന പ്രോട്ടീനുകളെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. യുബിക്വിറ്റിൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ടാഗ് ചെയ്യുന്നത്. സോ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ ഓൾ ടുഗദർ ഈ പ്രോട്ടീന്റെ എക്സ്പ്രഷൻ കൂട്ടുന്നു, അതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നു, അതിനെ നശിപ്പിക്കുന്ന എല്ലാത്തിനെയും കുറയ്ക്കും. സോ ഈ പ്രോട്ടീന്റെ പണി എന്താ? ഈ പ്രോട്ടീൻ, ദിസ് ENaC പ്രോട്ടീൻ ഈസ് ടു ഇൻക്രീസ് സോഡിയം. സോഡിയം അകത്തേക്ക് കയറുക എന്നുള്ളതാണ് ENaC ചാനലിന്റെ പണി. സോ ആൽഡോസ്റ്റിറോൺ ഇതാണ് ചെയ്യുക. ഓക്കെ, സോ സ്പൈറനോലാക്ടോൺ എന്തായിരിക്കും ചെയ്യുക? സ്പൈറനോലാക്ടോൺ ആൽഡോസ്റ്റിറോണിനെ തടയുമ്പോഴത്തേക്കും ദേ വിൽ റെഡ്യൂസ് ദ എക്സ്പ്രഷൻ ഓഫ് ENaC പ്രോട്ടീൻ അല്ലെങ്കിൽ ചാനൽ ഉണ്ടാവുന്നത് കുറയുന്നു, ഉണ്ടായത് ട്രാൻസ്ലൊക്കേഷൻ കുറയുന്നു. മൂന്നാമത്, അതിനെ ഇൻഹിബിറ്റ്, അതിനെ തടയാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന ആ പ്രോട്ടീനുകളുടെ എക്സ്പ്രഷൻ തടയുന്ന പ്രവൃത്തിയെ തടയുമ്പോഴത്തേക്കും ദിസ് വിൽ ബി യുബിക്വിറ്റേറ്റഡ് ഓർ ഇതിനെ കൂടുതലായിട്ട് നശിപ്പിക്കാൻ വിട്ടുള്ളൂ. ദെൻ നാലാമത്തെ ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട് ദിസ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ നമുക്കറിയാം ബേസോ ലാറ്ററൽ സൈഡിൽ ഒരു സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്ന പമ്പ് ഉണ്ട്. ഈ പമ്പിന്റെ എഫിഷ്യൻസി കൂട്ടും. ഈ പമ്പ് എന്താ ചെയ്യുക? 3 സോഡിയത്തെ പുറത്തേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് തള്ളുമ്പോൾ 2 പൊട്ടാസ്യം എടുക്കുന്ന പമ്പാണത്. ഈ പമ്പിന്റെ എഫിക്കസി കൂട്ടുമ്പോൾ സെല്ലിനകത്ത് സോഡിയം കുറയുമ്പോൾ സോഡിയം അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കും. സോ ഇത്രയുമാണ് ആൽഡോസ്റ്റിറോണിന്റെ പ്രവർത്തനം സാധാരണ. ആൻഡ് ഈ ആൽഡോസ്റ്റിറോണിനെ നശിപ്പിക്കുന്ന പ്രോട്ടീന്റെ പേരുകൾ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ദാറ്റ് ഈസ് NED 4.2 എന്ന് പറയുന്ന ടാഗിങ് പ്രോട്ടീൻ ആണ്. ഈ ടാഗിങ് പ്രോട്ടീനെ നശിപ്പിക്കുന്നതാണ് SGK1 എന്നാണ് പറയുന്നത്. സോ ഇതിന്റെ ആക്ഷൻ എല്ലാം വർദ്ധിപ്പിക്കും. ഓക്കെ, ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ആക്ഷൻ വർദ്ധിപ്പിക്കും, ഇത് നശിപ്പിക്കുകയും ചെയ്യും. സോ ഇത്രയുമാണ് ആൽഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ആൽഡോസ്റ്റിറോൺ തടയുന്ന സ്പൈറനോലാക്ടോണിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? സ്പൈറനോലാക്ടോൺ ആദ്യം ന്യൂക്ലിയസിൽ കയറി ആൽഡോസ്റ്റിറോൺ ഈ ചെയ്യുന്നത് തടയും. സോ ആൽഡോസ്റ്റിറോണിനെ തടയുമ്പോഴത്തേക്കും, റിസപ്റ്ററിൽ തടയുമ്പോഴത്തേക്കും ഈ ഇവിടെ നിൽക്കുന്നു. ഇത് നിൽക്കുമ്പോഴത്തേക്കും there will be reduction in ENaC channel. Then രണ്ടാമത്തത് ട്രാൻസ്ലൊക്കേഷൻ ടു ദിസ് ലൂമിനൽ സൈഡിലേക്കുള്ള കുറയുന്നു. അപ്പോഴത്തേക്കും ENaC ചാനൽ ഇവിടെ ഇല്ലാതെയാകുന്നു. സോ സാധാരണ ആൽഡോസ്റ്റിറോൺ വരെയാണെങ്കിൽ ഒരുപാട് ENaC ചാനലിനെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. സോ അത് എണ്ണം കുറയും. സോ സോഡിയം റീഅബ്സോർപ്ഷൻ കുറയും. ഓക്കെ, ദെൻ യുബിക്വിറ്റിൻ പ്രോട്ടീന്റെ ഇൻഹിബിഷൻ തടയും. സോ ഇതിനെ വേഗം ആൾക്കാർ കൊണ്ടുപോയി നശിപ്പിക്കാൻ, പ്രോട്ടിയോസോമിലേക്ക് കൊണ്ടുപോയി നശിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ എഫിക്കസി കൂട്ടുന്ന പരിപാടിയും അവിടെ നിൽക്കും. സോ ദസ് സ്പൈറനോലാക്ടോൺ ഇൻഹിബിറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം. സോഡിയം അകത്തേക്ക് കയറുന്നത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ ദിസ് all happens in the principal cells of the late distal convoluted tubule and also in the collecting duct.
ഇതാണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയററ്റിക് ആയിട്ടുള്ള സ്പൈറനോലാക്ടോൺ ചെയ്യുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് എന്തുകൊണ്ട് ദീസ് ആർ പൊട്ടാസ്യം സ്പെയറിംഗ് എന്നാണ്. സോ പൊട്ടാസ്യം സ്പെയറിംഗ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഞാൻ ഈ സെൽ ഇവിടെ ഒന്ന് വരയ്ക്കുകയാണ് വീണ്ടും. ഇവിടെ സോഡിയം, ദിസ് ദ ലാസ്റ്റ് റീജിയൻ വെർ സോഡിയം ക്യാൻ ബി റീഅബ്സോർബ്. സോഡിയം റീഅബ്സോർബ് ചെയ്യുന്ന ഇവിടെയാണ്. സോ സോഡിയം അകത്തേക്ക് റീഅബ്സോർബ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സോഡിയം ഒരുപാട് കയറുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ്, ദിസ് ഏരിയ വിൽ ബിക്കം പോസിറ്റീവ് ചാർജ് കൂടുതലാവുന്നു, ഇവിടെ ബിക്കം നെഗറ്റീവ് ആകും. സോ ഇവിടെ പോസിറ്റീവ് ചാർജ് കൂടുതലാകുമ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട പോസിറ്റീവ് ചാർജ് ഈസ് പൊട്ടാസ്യം. പൊട്ടാസ്യം ആണ് പകരം പുറത്തേക്ക് നമ്മൾ കൊടുക്കുക. സാധാരണ രീതിയിൽ പൊട്ടാസ്യം കൂടുതലായിട്ട് പുറത്തേക്ക് കൊടുക്കും. സോ അതുകൊണ്ടാണ് പൊട്ടാസ്യം കൂടുതലായിട്ട് പുറത്തേക്ക് പോകും. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ആൽഡോസ്റ്റിറോൺ തടയുമ്പോഴത്തേക്കും ദിസ് ചാനലിലൂടെ സോഡിയം അകത്തേക്ക് കയറുന്നത് ഇല്ലാതാകുന്നു. ഈ സോഡിയം അകത്തേക്ക് കയറുന്നത് ഇല്ലാതാകുമ്പോഴത്തേക്കും പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നതും ഇല്ലാതാകുന്നു. സോ thus these retain the potassium. So potassium will be retained. There is no exchange of sodium with potassium. Directly exchange അല്ല, സോഡിയം അകത്തേക്ക് കയറുന്നത് ചാനൽ വഴിയാണ്, പൊട്ടാസ്യം പുറത്തേക്ക് വന്ന പൊട്ടാസ്യത്തിന്റെ ചാനലാണ്. എങ്കിലും സോഡിയം അകത്തേക്ക് കയറാതാകുമ്പോഴത്തേക്കും പൊട്ടാസ്യം പുറത്തേക്ക് പോകാതാവുന്നതും തടയുന്നു. So that is one reason. That is the important reason why these drugs are potassium sparing. അടുത്ത ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് നമ്മൾ അമിലോറൈഡും ഇത് തന്നെയാണ്. അവിടെയും ഇത് തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്ത് കളക്ടിംഗ് ഡക്റ്റിലൂടെയും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ ഈ ഭാഗത്തും ലേറ്റ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളിലെയും സോഡിയം അകത്തേക്ക് കയറുന്ന തടയുമ്പോഴാണ് പൊട്ടാസ്യം പുറത്തേക്ക് പോകാതെ ആവുന്നത്. ഓക്കെ. ആൻഡ് സാധാരണ രീതിയിൽ അപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, വൈ ഇറ്റ് ഈസ് സ്പെയറിംഗ് പൊട്ടാസ്യം. ഇനി നമുക്ക് പറയാനുള്ളത് പൊട്ടാസ്യം സാധാരണ രീതിയിൽ സോഡിയത്തിന് പകരം എടുത്ത് പൊട്ടാസ്യം പുറത്തേക്ക് പോകുമ്പോൾ ദി സെൽസ് വിൽ ട്രൈ ടു റീറ്റെയിൻ സം പൊട്ടാസ്യം. പൊട്ടാസ്യത്തെ കുറച്ചെങ്കിലും ഇപ്പം 100 പോവുകയാണെങ്കിൽ ചിലപ്പോൾ 60 പൊട്ടാസ്യത്തെങ്കിലും തിരിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കും. തിരിച്ചെടുക്കുമ്പോൾ പകരം കളയേണ്ടത് H+ ആണ്. സോ H+ വിൽ ബി ആയിരിക്കും കളയും. പക്ഷെ ഇവിടെ പൊട്ടാസ്യം വരാതാകുമ്പോഴത്തേക്കും ഈ H+ കളയിൽ നിൽക്കുന്നു. സോ H+ വിൽ ബി റീറ്റെയിൻഡ്. H+ റീറ്റെയിൻ ചെയ്യുമ്പോൾ ഇൻക്രീസ്ഡ് H+ മീൻസ് ആസിഡോസിസ് ഉണ്ടാകും. സോ പൊട്ടാസ്യം ഈസ് റീറ്റെയിൻഡ്, H+ ഈസ് ഓൾസോ റീറ്റെയിൻ. സോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. നൗ കമ്മിങ് ടു യൂസസ്, ഉപയോഗങ്ങൾ എന്തെല്ലാം ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ മറ്റു ഡയൂററ്റിക്സ് ഉപയോഗിച്ചിട്ട് ഫലമില്ലാത്ത, സോ റെസിസ്റ്റന്റ് ടു അതർ ഡയൂററ്റിക്സ് കൊടുത്തിട്ട് ഫലം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ, ഓക്കെ, സോ തയസൈഡ്സ് കൊടുത്തു, ലൂപ്പ് ഡയൂററ്റിക്സ് കൊടുത്തു, എന്നിട്ടും പോരാ. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ആഡ്, ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. ഓക്കെ. സോ അപ്പൊ എന്താണ് ഗുണം? 1 ഇംപ്രൂവ്ഡ് എഫിക്കസി കൂടും. 1. 2 അവ മൂലമുള്ള സൈഡ് എഫക്ട്സ്. എന്താണ് സൈഡ് എഫക്ട്? ഹൈപ്പോകലീമിയ കുറയും. ഹൈപ്പോകലീമിക് എപ്പിസോഡ്സ് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ കുറയും, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ടു ന്യൂട്രലൈസ് ദ സൈഡ് എഫക്ട്സ് ഓഫ് അതർ ഡയൂററ്റിക്സ് ആൻഡ് ദ ഇംപ്രൂവ്ഡ് എഫിക്കസി, അതിനൊപ്പം നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ യൂസ് ഇത് സെയിം തന്നെയാണ്, ഞാൻ വേറെ രീതിയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇൻ ഡയൂററ്റിക് ഇൻഡ്യൂസ് ഹൈപ്പോകലീമിയ. സോ ഹൈപ്പോകലീമിയ ഉണ്ടാകുകയാണെങ്കിൽ, ഡയൂററ്റിക് ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ അത് തടയാനായിട്ട് ഇത് കൊടുക്കാം. മൂന്നാമത്തത് റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷന് ഡ്രഗ് ഓഫ് ചോയ്സ്, ഡയൂററ്റിക് ഓഫ് ചോയ്സ് ഏതായിരുന്നു പറഞ്ഞത്? തയസൈഡ് ഡയൂററ്റിക്സ് ആണ്. സോ അപ്പോഴും റെസിസ്റ്റന്റ് ആണെങ്കിൽ വി ക്യാൻ ഗിവ് സ്പൈറനോലാക്ടോൺ ഓർ എപ്ലിറിനോൺ പോലെയുള്ള ഡ്രഗുകൾ കൊടുക്കാം. നാലാമത്തത് റെസിസ്റ്റന്റ് തന്നെ എഡീമയിൽ റെസിസ്റ്റന്റ് എഡീമ, ഇപ്പൊ സിറോസിസ് ഓഫ് ദ ലിവർ, അസൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ ഗിവ് സ്പൈറനോലാക്ടോൺ പോലെയുള്ള ആൽഡോസ്റ്റിറോൺ ആന്റാഗോണിസ്റ്റ് നമുക്ക് കൊടുക്കാം. അഞ്ചാമത്തെ ഉപയോഗം ഇൻ ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ആണ്. ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ഇറ്റ് ക്യാൻ ബി ഓഫ് 2 റീസൺസ്. 2 കാരണങ്ങൾ കൊണ്ട് ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ഉണ്ടാകാം. ഒന്ന് അഡ്രീനൽ ഗ്ലാൻഡ് ഇതാണ് ആൽഡോസ്റ്റിറോൺ ഉണ്ടാകുന്നത് നമുക്കറിയാം. അഡ്രീനൽ ഗ്ലാൻഡിൽ ഒരു ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ട്യൂമർ ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ്, അത് മൂലമുണ്ടാകുന്നതിന് പ്രൈമറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം എന്നാണ് നമ്മൾ വിളിക്കുക. അതിന്റെ വേറൊരു പേര് കോൺസ് ഡിസീസ് എന്ന് വിളിക്കും. കോൺസ് ഡിസീസ് എന്നും പറയും. സോ ഈ കണ്ടീഷൻസിൽ ആൽഡോസ്റ്റിറോൺ കൂടുതലുണ്ടാകുന്നു, ആൽഡോസ്റ്റിറോൺ കൂടുതൽ ഇവിടെ വന്ന് ആക്ട് ചെയ്യുന്നു. സോ സോഡിയം റീറ്റൻഷൻ കൂടുതലായിരിക്കും. സോ അത് തടയാനായിട്ട് നമുക്ക് ആൽഡോസ്റ്റിറോൺ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. സ്പൈറനോലാക്ടോൺ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് നമുക്ക് കൊടുക്കാം. ഇനി രണ്ടാമത്തെ കേസ്, സെക്കൻഡ് കേസ് ഓഫ് ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ഈസ് സെക്കൻഡറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ആണ്. സെക്കൻഡറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ഈസ് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് റാസ് സിസ്റ്റം. റാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം. ആ സിസ്റ്റം ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ, സോ ഇത് മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഒന്ന് CHF ഉണ്ടാകാം, ആൻഡ് ഓൾസോ സിറോസിസ് മൂലമുള്ള അസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാം. സോ അപ്പോൾ എഡീമ ഉണ്ടാകാം. റെസിസ്റ്റന്റ് എഡീമ ഉണ്ടാകുകയാണെങ്കിൽ വി ക്യാൻ ഗിവ് സ്പൈറനോലാക്ടോൺ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. സോ ഇൻ പ്രൈമറി ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം
and also in secondary hyperaldosteronism നമുക്ക് this drug we can give spironolactone പോലെയുള്ള മരുന്നുകൾ കൊടുക്കാം. and last use ഇത് spironolactone മാത്രമുള്ളതാണ്. spironolactone not for eplerenone പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ this spironolactone has effect on aldosterone receptors or testosterone receptorsനെ inhibit ചെയ്യുന്ന പ്രവർത്തനമുണ്ട്. so in hirsutisms in female PCOD ഒക്കെ ഉള്ള ഫീമെയിൽസിനകത്ത് hirsutism ഉണ്ടെങ്കിൽ we can give spironolactone because of its inhibition on this testosterone receptor and this is not for eplerenone. eplerenone ഇത് ചെയ്യാൻ പറ്റില്ല എന്നുകൂടി മനസ്സിലാക്കുക. only spironolactone. പിന്നെ സൈഡ് എഫക്ട്സ് ഓർ അഡ്വേഴ്സ് എഫക്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. റിലേറ്റഡ് ടു പൊട്ടാസ്യം ഹൈപ്പർകലീമിയ ഉണ്ടാക്കാം. ഹൈപ്പർകലീമിയ ഉണ്ടാവും. ഹൈപ്പോകലീമിയ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. സോ പൊട്ടാസ്യം കൂടുതൽ പിടിച്ചു വെക്കുമ്പോൾ ഹൈപ്പർകലീമിയ ഉണ്ടാവും. ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്. ഇനി അപ്പോൾ ഈ മരുന്നുകൾക്കൊപ്പം വേറെ ഏതെങ്കിലും ഹൈപ്പർകലീമിയ അല്ലെങ്കിൽ പൊട്ടാസ്യം സ്പെയറിംഗ് സിറ്റുവേഷനുള്ള മരുന്നുകളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ ഇൻ CKD ക്രോണിക് കിഡ്നി ഡിസീസിൽ ഹൈപ്പർകലീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ സൂക്ഷിച്ച് ഈ മരുന്നുകൾ അപ്പോൾ മോണിറ്റർ ചെയ്തിട്ട് വേണം കൊടുക്കുക. ദെൻ സം ഡ്രഗ്സ് ലൈക്ക് ACE ഇൻഹിബിറ്റേഴ്സ്. ACE ഇൻഹിബിറ്റർ കൊടുക്കുകയെന്ന് വിചാരിക്കുക. ദെൻ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ഇൻഹിബിറ്റേഴ്സ് സർട്ടാൻസ് കൊടുക്കുകയാണ്. ദെൻ ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. ദെൻ സം അതർ ഡ്രഗ്സ് ലൈക്ക് സൈക്ലോസ്പോറിൻ. സോ ലൈക്ക് ദീസ് ഡ്രഗ്സ് വിച്ച് ഓൾ ക്യാൻ ഇൻക്രീസ് പൊട്ടാസ്യം. പൊട്ടാസ്യം തടഞ്ഞു വയ്ക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ കൂടെ കൊടുക്കുകയാണെങ്കിൽ യു ഹാവ് ടു മോണിറ്റർ ഓർ അതർവൈസ് ഒഴിവാക്കുക. രണ്ടും കൂടി ഒഴിവാക്കുക. രണ്ടാമത്തത് ഹൈപ്പർകലീമിയ ഈസ് ഇറ്റ് സെൽഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. പക്ഷേ ഇനി അഡീഷണൽ ആയിട്ട് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാക്കാം. മറ്റ് ഇലക്ട്രോലൈറ്റുകളെല്ലാം ഇംബാലൻസ് ഉണ്ടാക്കാം. ഏതൊക്കെയാണ്? ഇൻക്രീസ്ഡ് സോഡിയം ലോസ് കൂടുതലാവുമ്പോൾ ഹൈപ്പോനൈട്രീമിയ ആണ് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. ദെൻ പൊട്ടാസ്യം ഈസ് ഇൻക്രീസ്ഡ് അല്ല H+ വർദ്ധിക്കും. H+ വർദ്ധിക്കുമ്പോഴത്തേക്കും ആസിഡോസിസ് ഉണ്ടാക്കാം. പൊട്ടാസ്യം വർദ്ധിപ്പിക്കുമ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, വീണ്ടും പറയുന്നില്ല. ദെൻ ഓൾസോ ദിസ് ക്യാൻ റീറ്റെയിൻ സം എമൗണ്ട് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം ഓൾസോ. കാൽഷ്യം ബട്ട് നോട്ട് ദാറ്റ് മച്ച് സിഗ്നിഫിക്കൻറ്റ്. ഇനി മൂന്നാമത്തെ ഒരു അഡ്വേഴ്സ് എഫക്ട് സ്റ്റിറോയിഡൽ റിംഗ് ഉള്ളതുകൊണ്ടാണ്. സ്റ്റിറോയിഡൽ റിംഗ് ഉള്ളതുകൊണ്ട് ടെസ്റ്റോസ്റ്റെറോൺ റിസപ്റ്റർ ആന്റഗോണിസം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. സോ അത് ഫീമെയിൽസിന് ഹെർസ്യൂട്ടിസത്തിന് ചില സ്ത്രീകളിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പുരുഷന്മാരിൽ അപ്പോൾ അത് പ്രശ്നമാണ്. ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാക്കാം. ഇംപൊട്ടൻസി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇനി മറ്റൊരു സൈഡ് എഫക്ട് പറയാനാണെങ്കിൽ ദിസ് ഡ്രഗ്സ് ക്യാൻ കോസ് GI അൾസർ ഉണ്ടാക്കാം എന്നുള്ളതാണ് വേറൊരു സൈഡ് എഫക്ട്സ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ സൈഡ് എഫക്ട്സ് ഓഫ് spironolactone like potassium sparing diuretics. പൊട്ടാസ്യം സ്പെയറിംഗ് ഡയററ്റിക്സിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് ENaC എപ്പിത്തീലിയൽ സോഡിയം ചാനൽ ഇൻഹിബിറ്റേഴ്സ്. ENaCനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നുകളാണ് ENaC ഇൻഹിബിറ്റർ. സോ ഈ എപ്പിത്തീലിയൽ സോഡിയം ചാനൽ, സോ ഇതാണ് നമ്മുടെ ലൂമിനൽ സൈഡ് ഓഫ് പ്രിൻസിപ്പൽ സെൽസ് എങ്കിൽ ഇത് ലൂമിനൽ സൈഡ് ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെയാണ് ഈ ചാനൽ വരുന്നത് നമ്മൾ പറഞ്ഞു. ദിസ് ചാനൽ ഈസ് ഹിയർ. എപ്പിത്തീലിയൽ സോഡിയം ചാനൽ ഈസ് ഹിയർ ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ഓഫ് ആൽഡോസ്റ്റെറോൺ. ഇതിലൂടെ വരുന്ന ആൽഡോസ്റ്റെറോൺ ഇവിടെ വർക്ക് ചെയ്തിട്ട് ന്യൂക്ലിയസിൽ വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആൻഡ് ദിസ് ഇൻഹിബിറ്റ് ഹിയർ ലൂമിനൽ സൈഡിലാണ് ഈ മരുന്നുകൾ ഇവിടെ വന്ന് ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ഡ്രഗ്സിന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അമിലോറൈഡ് ഉണ്ട്. ദെൻ അനദർ ഡ്രഗ് ഈസ് ട്രയാംറ്ററിൻ ആൻഡ് അമിലോറൈഡ് ആണ്. ഇതിൽ ട്രയാംറ്ററിൻ യൂസ് വളരെ കുറവാണ്, ഉപയോഗിക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടോക്സിറ്റി, ലെസ് പൊട്ടന്റ് ആണ്, ലെസ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. ഇതൊരു ട്രൈമെത്തോപ്രിം പോലെയുള്ള മരുന്നാണ്. ട്രൈമെത്തോപ്രിം നമ്മൾ പഠിക്കുന്നത് ഫോളിക് ആസിഡ് ഇൻഹിബിറ്റേഴ്സിലാണ്. സോ ദീസ് ഡ്രഗ് ക്യാൻ റെഡ്യൂസ് എമൗണ്ട് ഓഫ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് ഉണ്ടാവുന്നത് കുറയും ശരീരത്തിൽ. സോ ഫോളിക് ആസിഡ് സിന്തസിസ് തടയുമ്പോൾ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാകും. ദെൻ ദിസ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് കിഡ്നി സ്റ്റോൺ, മൂത്രക്കല്ല് ഉണ്ടാക്കാം. ദെൻ ദിസ് ക്യാൻ കോസ് കിഡ്നി ടോക്സിറ്റി, ദാറ്റ് ഈസ് ഇന്റർസ്റ്റീഷ്യൽ നെഫ്രൈറ്റിസ് ഉണ്ടാക്കാം. അതുകൊണ്ട് ദെൻ അഡീഷണലി ദിസ് ക്യാൻ കോസ് ഫോട്ടോ ടോക്സിറ്റി ഓൾസോ, ഫോട്ടോസെൻസിറ്റിവിറ്റി, ഫോട്ടോസ്റ്റോക്സിറ്റി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ദീസ് ഡ്രഗ് ട്രയാംറ്ററിനെ കുറിച്ച് ഇനി നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വി ഓൺലി സ്പീക്ക് അബൌട്ട് അമിലോറൈഡ്. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡ്രഗ് ഇൻ ദിസ് ഗ്രൂപ്പ് ഈസ് അമിലോറൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന്. സോ വിൽ ടോക്ക് അബൌട്ട് അമിലോറൈഡ്. സോ അമിലോറൈഡ് ഈസ് മോർ പൊട്ടന്റ് ആണ്, പൊട്ടന്റ് ഡ്രഗ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലോങ് ആക്ടിംഗ് കൂടിയാണ്, ഹൈലി എഫിക്കേഷ്യസ് ഡ്രഗ് കൂടിയാണ് ആൻഡ് എഫക്റ്റീവ് ഡ്രഗ് ആണ്. സോ ഈ NACനെ തടയുന്നത് ലൂമിനൽ സൈഡിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ പൊട്ടാസ്യം സ്പെയറിംഗ് അതിന്റെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ്. മറ്റ് ഡയോറിറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ, സോ യൂസസ് പറയുകയാണെങ്കിൽ മറ്റ് ഡയോറിറ്റിക്സ്
ഡയോറിറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പൊട്ടാസ്യം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് പൊട്ടാസ്യം പ്രിവെൻഷൻ, പൊട്ടാസ്യം ലോസ് പ്രിവെൻഷന് വേണ്ടിയിട്ട് പൊട്ടാസ്യം സ്പെയറിംഗ്. സോ വൺ യൂസ് ഈസ് ആസ് പൊട്ടാസ്യം സ്പെയറിംഗ്. അതിന് വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ ഉപയോഗം ഈസ് ഫോർ എ സിൻഡ്രോം കോൾഡ് ആസ് ലിഡിൽ സിൻഡ്രോം എന്ന് പറയുന്ന രോഗത്തിനാണ് ഉപയോഗിക്കുക. വാട്ട് ഈസ് ദിസ് ലിഡിൽ സിൻഡ്രോം? ലിഡിൽ സിൻഡ്രോം ഒരു ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ആണ്. ഈ ഈനാക് ചാനലിന്റെ ഒരു പ്രശ്നം. ഈനാക് ചാനൽ ഇപ്പോൾ ജസ്റ്റ് ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ എവരിതിങ്. ഇങ്ങനെ 4 സബ് യൂണിറ്റ് ഉള്ള ഒരു ചാനലാണ്. ഇതിന്റെ ഒരു ബീറ്റ സബ് യൂണിറ്റിലെ XY ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. സോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ദിസ് ബിഗാൻ ടു ഇൻക്രീസ് സോഡിയം റീഅബ്സോർപ്ഷൻ. ഒരുപാട് ചാനൽ കൂടുതൽ വർക്ക് ചെയ്തിട്ട് സോഡിയം റീഅബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ വി വിൽ ബ്ലോക്ക്. അമിലോറൈഡ് കൊടുക്കുന്നു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അടയ്ക്കുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് ലിഡിൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ കൊടുക്കുക. മൂന്നാമത്തെ യൂസ് ഫോർ ലിത്തിയം ടോക്സിറ്റി. ലിത്തിയം ടോക്സിറ്റി കുറയ്ക്കാനായിട്ട്. ലിത്തിയം നമുക്കറിയാം, ലിത്തിയം പീരിയോഡിക് ടേബിളിൽ സോഡിയം ലിത്തിയം ഒക്കെ ഒരേ ടേബിളിലുള്ളതാണ്. സോ ഈനാക് ചാനലിലൂടെ സോഡിയത്തിനൊപ്പം അല്ലെങ്കിൽ സോഡിയത്തിന് ബദലായിട്ട് വേണമെങ്കിൽ ലിത്തിയത്തിനും കടന്നു പോകാം. സോ ഓൺലി ദിസ് ഈനാക് ചാനൽ ഇൻഹിബിറ്റേഴ്സ് ക്യാൻ ബി യൂസ് ഫോർ ദിസ് ലിത്തിയം ടോക്സിറ്റി കുറയ്ക്കാൻ. ലിത്തിയം റീഅബ്സോർപ്ഷൻ കുറയ്ക്കാൻ ഓൺലി ഡ്രഗ് വി ക്യാൻ ഗിവ് ഈസ് ദിസ് അമിലോറൈഡ് മാത്രമാണ്. ബാക്കി എല്ലാ ഡ്രഗുകൾ തയാസൈഡ് ഡയോറിറ്റിക്സ് ആവട്ടെ, ലൂപ്പ് ഡയോറിറ്റിക്സ് ആവട്ടെ, അല്ലെങ്കിൽ അസറ്റസോളമൈഡ് പോലുള്ള കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആവട്ടെ, ബാക്കി എല്ലാ ഡ്രഗുകളും ലിത്തിയം ടോക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ ഓൺലി ഡ്രഗ് വി ക്യാൻ ഗിവ് ഫോർ ലിത്തിയം ടോക്സിറ്റി ഈസ് അമിലോറൈഡ് പോലെയുള്ള മരുന്നുകൾ മാത്രമാണ്. ദെൻ അനദർ ഗ്രൂപ്പ്, ഇനി വേറെ യൂസ് എന്ന് പറയുന്നത് എയറോസോൾ ആയിട്ട്, മൂന്നാമത്തെ യൂസ് ആണ്, നാലാമത്തെ ഫോർ എയറോസോളൈസ്ഡ് അമിലോറൈഡ്. അത് ലങ്സിന്റെ മ്യൂക്കോസിലിയറി ക്ലിയറൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. സോ ദിസ് യൂസ്ഡ് ഇൻ സിസ്റ്റിക് ഫൈബ്രോസിസിൽ സഹായിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഡ്രഗ് കൂടിയാണ് അമിലോറൈഡ്. ദെൻ അടുത്തൊരു ഉപയോഗം ആറാമത്തെയാണ് ഹൈപ്പോമാഗ്നീഷ്യമia. മഗ്നീഷ്യം ലോസ് ഉണ്ടാവുന്ന കണ്ടീഷനിൽ അത് തടയാനായിട്ട് നമുക്ക് വെക്കാൻ മഗ്നീഷ്യത്തിന്റെ എമൗണ്ട് കൂട്ടാനായിട്ട് നമുക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാം. അമിലോറൈഡ് ക്യാൻ ബി യൂസ്ഡ്. സോ ദോഷഫലങ്ങൾ ഒന്ന് പൊട്ടാസ്യം ടോക്സിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റേതിനകത്ത് പറഞ്ഞ പോലെ ഹൈപ്പർ കലീമിയ തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്സ്. ദെൻ പൊട്ടാസ്യം വർദ്ധിപ്പിക്കുന്ന മറ്റു മരുന്നുകൾ അപ്പോൾ സൂക്ഷിപ്പിക്കേണ്ടി വരും. NSAIDs ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നുകളെല്ലാം തന്നെ. ദെൻ ഹൈപ്പർ യൂറിസീമിയ ഉണ്ടാക്കാം, ഹൈപ്പർ യൂറിസീമിയ പോലെയുള്ള പ്രശ്നം. സോ ഇത്രയൊക്കെയാണ്. ദെൻ നൗസിയ വോമിറ്റിംഗ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇമ്പോർട്ടൻറ്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറിറ്റിക്സ്. നമ്മളിപ്പോൾ 2 തരം ഗ്രൂപ്പ് മരുന്നുകളാണ് കണ്ടത്. ഒന്ന് ആൽഡോസ്റ്റെറോൺ അന്റഗോണിസ്റ്റ്, 2 ഈനാക് ചാനൽ ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഓസ്മോട്ടിക് ഡയോറിറ്റിക്സ് പറയാം.